ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയ് ദേവരകൊണ്ട നായകനായി ഗൗതം തിന്നനൂര് തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 31 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കിങ്ഡം. ഭാഗ്യശ്രീ ഫോഴ്സ്, സത്യദേവ്, പി ശർമ്മ, വെങ്കടേഷ് വി പി, കൃഷ്ണമുരളി, ബാബുരാജ്, സുദർശൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ മറ്റ് താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് 50 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 1 കോടി കളക്ട് ചെയ്ത ഈ സിനിമ കർണാടക കളക്ഷനായി ആദ്യ ദിവസം സ്വന്തമാക്കിയത് 2 കോടി രൂപയാണ്. ആന്ധ്ര തെലങ്കാന കളക്ഷനായി ആദ്യ ദിവസം കിങ്ഡം നേടിയെടുത്തത് 16 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 20 കോടി രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. GCC ഓവർസീസ് കളക്ഷനായി ആദ്യ ദിവസം 13 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 33 കോടി 50 ലക്ഷം രൂപയാണ്. അതേസമയം സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമയുടെ അണിയർ പ്രവർത്തകർ ഇന്ന് പുറത്തിറങ്ങിയ കളക്ഷൻ ഡാറ്റ ആയാലും കളക്ഷൻ പോസ്റ്റർ ആയാലും 39 കോടി രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 2 ദിവസം കൊണ്ട് അങ്ങനെ 80 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 15 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വിദേശ കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 7 കോടി രൂപയുമാണ്. അങ്ങനെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 22 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 55 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആഗസ്റ്റ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെ പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമയാണ് സുമതി വളവ്. മാളികപ്പുറം ടീം ഒരുക്കിയ ഈ ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, ശിവദ, മാളവിക മനോജ്, ദേവനന്ദ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 1 കോടി 10 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി 80, 1 കോടി 90 ലക്ഷം റേഞ്ചിലാണ്. MC ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത മീശ എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ഷൈം ടോം ചാക്കോ, സുധി കോപ്പ, ഹക്കിം ഷാ, കദിർ, ശ്രീകാന്ത് മുരളി, ജിയോ ബേബി എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ സിനിമ ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2012 തിയേറ്ററിലെ സൺ ഓഫ് സർദാർ എന്ന ബോളിവുഡ് സിനിമയുടെ രണ്ടാം ഭാഗമായ സൺ ഓഫ് സർദാർ 2 ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. വിജയകുമാർ അറോറ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവ്ഗൺ, മൃണാൾ താക്കൂർ, രവി കിഷൻ, സഞ്ജയ് മിശ്ര എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 6 കോടി 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 7 കോടി 60 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിലവിൽ ലഭ്യമായിട്ടില്ല. JP തുമിനാട് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് സൂ ഫ്രം സോ. ഈ സിനിമയുടെ മലയാളം വേർഷൻ ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ് ഈ സിനിമയുടെ മലയാളം പരിഭാഷ കേരളത്തിൽ എത്തിച്ചിട്ടുള്ളത്. KB ഗൗതം, JP തുമിനാട്, സന്ധ്യ അരക്കരെ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 20 കോടി 15 ലക്ഷം രൂപ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. 7 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 23 കോടി 60 ലക്ഷം രൂപയാണ്. ഇതിൽ 20 കോടി രൂപയും നേടിയെടുത്തത് കർണാടകയിൽ നിന്ന് തന്നെയാണ്. കേരളത്തിൽ ആദ്യ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെത്തിയ ആനിമേഷൻ ഇതിഹാസ പരമ്പര സിനിമയാണ് മഹാവതാർ നരസിംഹ. മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച വരെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 44 കോടി 50 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി 52 കോടി 75 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച 10 കോടി റേഞ്ചിൽ ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 62 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. പാണ്ഡ്യരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെ തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. വിജയ് സേതുപതി, നിത്യ മേനോൻ, യോഗി ബാബു, രോഷ്നി ഹരിപ്രിയൻ, ദീപ ശങ്കർ, മൈന നന്ദിനി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 40 കോടി റേഞ്ചിലായിരുന്നു. ആദ്യ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 51 കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കേരള കളക്ഷൻ 1 കോടി 5 ലക്ഷം റേഞ്ചിലാണ്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച 12 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1 കോടി 15 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമ ലോകമെമ്പാടുമായി 2.5-3 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 54 കോടി റേഞ്ചിലുമാണ്.
ജൂലൈ 25-ന് തിയേറ്ററെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് മാരീസൺ. ഫഹദ് ഫാസിൽ, വടിവേലു, കോവൈ സരള, വിവേക് പ്രസന്ന എന്നിവർ അഭിനയിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുധീഷ് ശങ്കറാണ്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,50,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നും 15 ലക്ഷത്തിന് മുകളിൽ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ 1,65,00,000 റേഞ്ചിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ഈ സിനിമ വമ്പൻ പരാജയമായി മാറിയിരിക്കുകയാണ്. ആദ്യ 7 ദിവസം കൊണ്ട് 5 കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമേ ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നേടിയെടുക്കാനായിട്ടുള്ളൂ. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് 8 കോടി റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.